ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും +2 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ഫസ്റ്റ് ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ ഫങ്ഷൻസിനെ കുറിച്ചാണ്. ഫങ്ഷൻസ് നിങ്ങൾ ഫസ്റ്റ് ഇയർ തന്നെ പഠിച്ചതാണ്. അതിൻ്റെ ഡെഫിനിഷനും പിന്നെ പല സ്റ്റാൻഡേർഡ് ഫങ്ഷൻ്റെ ഗ്രാഫുകൾ അതൊക്കെ ഫസ്റ്റ് ഇയർ തന്നെ പഠിച്ചതാണ്. ഇവിടെ പഠിക്കുന്നത് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്, അതുപോലെ ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ്, കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്, അതൊക്കെയാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് എന്നുള്ളത്. അപ്പോൾ ഫങ്ഷൻ്റെ ഫസ്റ്റ് ടൈപ്പ് എന്താണെന്നുള്ളത് നോക്കാം. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ റിലേഷനാണല്ലേ, ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന റിലേഷനാണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അത് ഫങ്ഷൻ ആവുന്നത് ഡൊമൈനിലുള്ള എല്ലാ എലമെൻസിനും ഒരേ ഒരു ഇമേജ് ഉണ്ടാകുമ്പോഴാണ് അല്ലേ. ഒന്നിൽ കൂടുതൽ ഇമേജസ് ഉണ്ടാകാൻ പാടില്ല, എല്ലാറ്റിനും ഇമേജ് ഉണ്ടായിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ഫങ്ഷൻ ആവുന്നത്, അത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ടൈപ്സ് ഓഫ് ഫങ്ഷൻസിൽ ഫസ്റ്റ്, എ ഫങ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ സെറ്റ് ടു ബി 1 1 ഫങ്ഷൻ, അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ഫങ്ഷൻ എന്ന് പറയും. 1 1 ഫങ്ഷന് മറ്റൊരു പേരാണ് ഇൻജക്റ്റീവ് ഫങ്ഷൻ. ഇഫ് ദി ഇമേജസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ഓഫ് എക്സ് അണ്ടർ എഫ് ആർ ഡിസ്റ്റിങ്ക്റ്റ്. അതായത് 1 1 ഫങ്ഷൻ ഒന്നാമത്തെ ടൈപ്പാണ് 1 1 ഫങ്ഷൻ, അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ഫങ്ഷൻ എന്ന് പറയും. അത് എന്താണ്, അതിൻ്റെ പേര് പോലെ തന്നെ ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സിന് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് തന്നെ ഉണ്ടായിരിക്കണം. ഡൊമൈനിലുള്ള ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സിന് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് തന്നെ ഉണ്ടായിരിക്കണം എന്നാണ്. അതായത് രണ്ടെണ്ണത്തിന് ഒരേ ഇമേജ് വരാൻ പാടില്ല. രണ്ടിൽ കൂടുതലോ എലമെൻറ്റ്സിന് ഒരേ ഇമേജിലേക്ക് വരാൻ പാടില്ല. അങ്ങനെയുള്ള ഫങ്ഷനാണ് 1 1 ഫങ്ഷൻ അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അത് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, ഫോർ എവരി x1, x2 ബിലോങ്സ് ടു എക്സ്, എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് ദാറ്റ് x1 ഈക്വൽ ടു x2. അതായത് രണ്ട് എലമെൻസിൻ്റെ x1 x2 എന്നുള്ള രണ്ട് എലമെൻറ്റ്സ് നമ്മൾ ഡൊമൈനിൽ എടുത്താൽ അവിടെ ഇമേജസ് സെയിം ആണെങ്കിൽ തീർച്ചയായിട്ടും എലമെൻറ്റ്സ് സെയിം ആയിരിക്കണം അല്ലേ. സെയിം എലമെൻ്റ് ആണെങ്കിൽ അവയ്ക്ക് സെയിം ഇമേജ് ആവാം. ഡിഫറെൻ്റ് എലമെൻ്റ് ആണെങ്കിൽ ഡിഫറെൻ്റ് ഇമേജ് തന്നെ ഉണ്ടായിരിക്കണം. അതാണ് 1 1 ഫങ്ഷൻ്റെ ഡെഫിനിഷൻ. അതർവൈസ് ദിസ് ഫങ്ഷൻ ഈസ് കോൾഡ് മെനി വൺ. അതായത് 1 1 അല്ലാത്ത ഫങ്ഷനാണ് മെനി വൺ എന്ന് പറയുക. അതായത് ഒന്നിൽ കൂടുതൽ ഡിഫറെൻ്റ് എലമെൻറ്റ്സിന് സെയിം ഇമേജ് തന്നെ വരിക. അങ്ങനെയുള്ള ഫങ്ഷനാണ് മെനി വൺ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 1 1 ഫങ്ഷൻ ആവാനുള്ള മാത്തമാറ്റിക്കൽ ഡെഫിനിഷനാണിത്. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2. രണ്ട് ഇമേജസ് സെയിം ആണെങ്കിൽ, രണ്ട് എലമെൻറ്റ്സിൻ്റെ ഇമേജസ് സെയിം ആണെങ്കിൽ ആ എലമെൻറ്റ്സ് സെയിം തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഈ കണ്ടീഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു ഫങ്ഷൻ 1 1 ആണോ എന്ന് തെളിയിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടൈപ്പ്. സെക്കൻഡ് ടൈപ്പ്, എ ഫങ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ സെറ്റ് ടു ബി ഓൺ ടു ഫങ്ഷൻ. ഓൺ ടു അല്ലെങ്കിൽ സബ്ജക്റ്റീവ് എന്ന് പറയും. ഇഫ് എവരി എലമെൻറ്റ് ഓഫ് വൈ is the image of some element of x under f. അപ്പോൾ എന്താണ് ഓൺ ടു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ, വൈയിലുള്ള, വൈ എന്ന് പറഞ്ഞാൽ എന്താ, കോഡൊമൈൻ അല്ലേ. എഫ് എന്ന് പറഞ്ഞാൽ എക്സിൽ നിന്ന് വൈയിലേക്കാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എക്സ് ഡൊമൈനും വൈ കോഡൊമൈനും ആണല്ലോ. അപ്പോൾ കോഡൊമൈനിലുള്ള എല്ലാ എലമെൻറ്റും, എവരി എലമെൻറ്റ് ഓഫ് വൈ, അത് ഇമേജ് തന്നെ ആയിരിക്കണം. എക്സിലുള്ള ഏതെങ്കിലും എലമെൻറ്റിൻ്റെ ഇമേജ് തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഫങ്ഷന് ഓൺ ടു ഫങ്ഷൻ അല്ലെങ്കിൽ സബ്ജക്റ്റീവ് എന്ന് പറയും. അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഫോർ എവരി വൈ ബിലോങ്സ് ടു വൈ ദർ എക്സിസ്റ്റ് ആൻ എക്സ് ബിലോങ്സ് ടു എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ. അതായത് വൈയിലുള്ള ഏതൊരു വൈയും, കോഡൊമൈൻ ആണല്ലോ വൈ, അതിലുള്ള ഏതൊരു വൈ എടുത്താലും അതെപ്പോഴും എക്സിലുള്ള ഒരു എലമെൻറ്റിൻ്റെ ഇമേജ് തന്നെ ആയിരിക്കണം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ അങ്ങനെ കിട്ടണം. കോഡൊമൈനിലുള്ള ഏതൊരു എലമെൻറ്റും എഫ് ഓഫ് എക്സ് തന്നെ ആയിരിക്കണം. എക്സിലുള്ള ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ ഇമേജ് തന്നെ ആയിരിക്കണം. അങ്ങനെയുള്ള ഫങ്ഷനാണ് ഓൺ ടു ഫങ്ഷൻ അല്ലെങ്കിൽ സർജക്റ്റീവ് എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ഒന്ന് 1 ഫങ്ഷൻ, പിന്നെ രണ്ടാമത്തേത് മെനി വൺ ആണ്, 1 അല്ലാത്തതാണ് മെനി വൺ, പിന്നെ അടുത്തത് ഓൺ ടു ഫങ്ഷൻ. ഇനി അത് ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് ഇവിടെ ഗ്രാഫായിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് F1 എന്നുള്ളൊരു ഫങ്ഷൻ ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ആദ്യത്തെ സെറ്റ് 1 2 3 4 ആണ്, രണ്ടാമത്തെ സെറ്റ് ABCDEF. അപ്പോൾ 1 2 3 4 എന്നുള്ള ഈ സെറ്റിൽ നിന്ന് ABCDEF എന്നുള്ള സെറ്റിലേക്ക് F1 എന്നുള്ളൊരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് എന്ന് വെച്ചാൽ 1ൻ്റെ ഇമേജാണ് A, 1 ഈസ് മാപ്ഡ് ടു A, 2 ഈസ് മാപ്ഡ് ടു B, അതായത് 2യുടെ ഇമേജാണ് B, 3 ഈസ് മാപ്ഡ് ടു D, 3യുടെ ഇമേജ് D ആണ്, 4 ഈസ് മാപ്ഡ് ടു C, 4ൻ്റെ ഇമേജ് C ആണ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 1ൻ്റെ ഇമേജ് A ആണ്, അല്ലെങ്കിൽ Aയുടെ പ്രീ ഇമേജാണ് 1 എന്ന് പറയാം, അങ്ങനെയും പറയാൻ പറ്റും. Aയുടെ പ്രീ ഇമേജ് എന്ന് പറയും, പ്രീ ഇമേജാണ് 1, Bയുടെ പ്രീ ഇമേജാണ് 2, അതുപോലെ Dയുടെ പ്രീ ഇമേജാണ് 3, Cയുടെ പ്രീ ഇമേജാണ് 4, അങ്ങനെയും പറയാം. അപ്പോൾ ഇങ്ങനെയാണ് F1 ഫങ്ഷൻ. ഒരു ഫങ്ഷൻ അത് F1 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഫങ്ഷൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അടുത്ത റെപ്രസെൻറ്റേഷൻ നോക്കാം. F2 ഇത് 1 2 3 4 എന്നുള്ള സെറ്റിൽ നിന്ന് ABCDEF എന്നുള്ള സെറ്റിലേക്ക് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് മാപ്പിംഗ് ഉള്ളത് നോക്കാം. 1 ഈസ് മാപ്ഡ് ടു B, 2 ഈസ് ആൾസോ മാപ്ഡ് ടു B അല്ലേ. 1ൻ്റെ ഇമേജ് B ആണ്, 2യുടെ ഇമേജും B ആണ്. 3 ഈസ് മാപ്ഡ് ടു C, 3യുടെ ഇമേജ് C, 4 ഈസ് മാപ്ഡ് ടു D അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫങ്ഷൻ F2 ഉള്ളത്. ഇനി നെക്സ്റ്റ് F3 എന്നുള്ള ഫങ്ഷൻ 1 ഈസ് മാപ്ഡ് ടു A, 2 ഈസ് മാപ്ഡ് ടു A, 1ഉം 2ഉം എയിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്. 3 ഈസ് മാപ്ഡ് ടു B, 4 ഈസ് മാപ്ഡ് ടു C. ഇവിടെ 1 2 3 4 ആണ് ഡൊമെയിൻ എന്നുള്ളത്, കോഡൊമെയിൻ എന്നുള്ളത് ABC ആണ്. F3 എന്നുള്ള ഫങ്ഷനാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അടുത്തത് F4 1 2 3 4 ആണ് ഡൊമെയിൻ, ABCD ആണ് കോഡൊമെയിൻ. ഇപ്പോൾ F4 എന്നുള്ള ഈ ഫങ്ഷൻ എങ്ങനെയാണ് മാപ്പിംഗ്? ഇവിടെ 1 ഈസ് മാപ്ഡ് ടു A, 2 ഈസ് മാപ്ഡ് ടു C, 3 ഈസ് മാപ്ഡ് ടു B, 4 ഈസ് മാപ്ഡ് ടു D അല്ലേ. ഇനി ഇതിൽ ഓരോന്നായിട്ട് നിങ്ങൾ പരിശോധിക്കുക. ഇത് മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏത് ടൈപ്പിലാണ് വരുന്നത്? 1 ഫങ്ഷനാണോ, ഓൺ ടു ആണോ, അഥവാ മെനി വൺ ആണോ, ഏത് ടൈപ്പിലാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ F1 ഉള്ള ഫങ്ഷൻ നോക്കുക. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏത് ടൈപ്പ് ഫങ്ഷനിലേക്കാണ് വരുന്നത് എന്നുള്ളത്. 1ൻ്റെ ഇമേജ് A ആണ്, 2യുടെ ഇമേജ് B ആണ്, 3യുടെ ഇമേജ് D ആണ്, അതുപോലെ 4ൻ്റെ ഇമേജ് C ആണ് അല്ലേ. അപ്പോൾ ഓരോ എലമെൻറ്റിനും ഡൊമൈനിലുള്ള ഡിഫറെൻ്റ് എലമെൻറ്റിന് ഡിഫറെൻ്റ് ഇമേജസ് ആണ് ഉള്ളത് അല്ലേ. രണ്ടെണ്ണത്തിന് സെയിം ഇമേജ് ഒന്നും വരുന്നില്ലല്ലോ, ഡിഫറെൻ്റ് എലമെൻറ്റിന് ഡിഫറെൻ്റ് ഇമേജസ് ആണ് വരുന്നത്. അപ്പോൾ F1 ഉള്ള ഫങ്ഷൻ തീർച്ചയായിട്ടും എന്താണ്? 1 ഫങ്ഷൻ ആണ് അല്ലേ. ഇനി ഓൺ ടു ആണോ? അല്ല അല്ലേ, തീർച്ചയായിട്ടും അല്ല. കാരണം കോഡൊമെയിനിലുള്ള രണ്ട് എലമെൻറ്റ്സ് ഇയും എഫും അവയ്ക്ക് പ്രീ ഇമേജസ് ഇല്ല ആണല്ലോ. അപ്പോൾ F1 എന്താണ്? ഓൺ ടു അല്ല എന്ന് പറയാം. അപ്പോൾ ഇത് F1 1 ഫങ്ഷനാണ്, ബട്ട് നോട്ട് ഓൺ ടു. അതുപോലെ F2ൽ നോക്കാം. ഇത് ഏതിലാണ് വരിക? 1ൻ്റെയും 2യുടെയും 2ൻ്റെയും ഇമേജ് B തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും ഇത് 1 അല്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ഫംഗ്ഷൻ ഏതിന് എക്സാമ്പിളായിട്ട് പറയാം? 1 അല്ലാത്തതിനെയാണ് നമ്മൾ മിനി വൺ എന്ന് പറയുന്നത്. അപ്പോൾ F2 എന്നുള്ള ഈ ഫംഗ്ഷൻ മിനി വൺ ഫംഗ്ഷന് എക്സാമ്പിളാണ്. ഇനി ഓൺ ടു ആണോ? ഓൺ ടു അല്ല. കാരണം E, F അതുപോലെ A 3 എലമെൻസിന് പ്രീ ഇമേജസ് ഇല്ല അല്ലേ. അതുകൊണ്ട് ഇത് ഓൺ ടു അല്ല എന്നും പറയാം. അപ്പോൾ 1 അല്ല, മിനി വൺ ആണ്, ഓൺ ടു അല്ല. അതാണ് F2. ഇനി F3 എന്നുള്ള ഫംഗ്ഷൻ എടുക്കാം.
ഇവിടെയും എങ്ങനെയാണ്, 1ൻ്റെയും 2ൻ്റെയും 2ൻ്റെയും ഇമേജ് ഏത് തന്നെയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഏതിന് എക്സാമ്പിളാണ്, മിനി 1 ഫംഗ്ഷൻ എക്സാമ്പിളാണ്. 1 അല്ല അല്ലേ, മിനി 1 ഫംഗ്ഷനാണ്. ഇനി ഓൺ ടു ആണോ നോക്കാം. കോഡോമൈനിലുള്ള 3 എലമെൻറ്റ്സ് ആണ് ഉള്ളത്, എയും ബിയും സിയും. 3നും പ്രീ ഇമേജസ് ഉണ്ട് അല്ലേ, അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഓൺ ടു ആണ്. അപ്പോൾ മിനി 1 ഓൺ ടു, അതാണ് F3 എന്നുള്ള ഫംഗ്ഷൻ. ഇനി F4 നോക്കാം. 1ൻ്റെ ഇമേജ് എ ആണ്, 2യുടെ ഇമേജ് സി, 3യുടെ ഇമേജ് ബി, 4ൻ്റെ ഇമേജ് ഡി. ഡിഫറെൻ്റ് എലമെൻറ്റും ഡിഫറെൻ്റ് ഇമേജസ് ഉണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും 1 ആണ്. ഓൺ ടു ആണ് അല്ലേ, എല്ലാറ്റിനും പ്രീ ഇമേജ് ഉണ്ട്. എ ബി സി ഡി 4 എലമെൻറ്റ്സ് ആണ് കോഡോമൈനിലുള്ളത്, എല്ലാറ്റിനും പ്രീ ഇമേജസ് ഉണ്ട്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കോഡോമൈനിലുള്ള എല്ലാ എലമെൻറ്റ്സും ഡൊമൈനിലുള്ള ഡിഫറെൻ്റ് എലമെൻറ്റിൻ്റെ ഇമേജസ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ, ഏതെങ്കിലുമൊക്കെ എലമെൻറ്റ്സിൻ്റെ ഇമേജസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഓൺ ടു ആണ്. അപ്പോൾ ഇത് 1നും ഓൺ ടുവിനും എക്സാമ്പിളാണ് F4 എന്നുള്ള ഈ ഫംഗ്ഷൻ. ഇനി റിമാർക്കായിട്ട് ഇവിടെ കൊടുത്തിരിക്കും നോക്കാം. എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ is on to if range of f is equal to y. അതായത് ഒരു ഫംഗ്ഷൻ ഓൺ ടു ആവണമെങ്കിൽ അതിൻ്റെ റേഞ്ച് സെറ്റ് എപ്പോഴും കോഡോമൈൻ തന്നെ ആയിരിക്കണം. അതിനാണ് F4 എന്നുള്ള ഈ ഫംഗ്ഷൻ, നിങ്ങൾക്ക് അതിനൊരു എക്സാമ്പിളാണ് അല്ലേ. ഇവിടെ എ ബി സി ഡി F4 നിങ്ങൾ നോക്കുക, എ ബി സി ഡി എന്നുള്ള 4 എലമെൻറ്റ്സ് ആണ് കോഡോമൈനിലുള്ളത്. അത് തന്നെയാണ് റേഞ്ച് ആയിട്ടും വരുന്നത് അല്ലേ. റേഞ്ചും കോഡോമൈനും ഇവിടെ ഈക്വൽ ആയതുകൊണ്ടാണ് അത് ഓൺ ടു ആയത്. റേഞ്ച് സെറ്റ് എപ്പോഴും കോഡോമൈൻ്റെ സബ്സെറ്റ് ആയിരിക്കുമല്ലോ. ഇനി ഓൺ ടു ആണെങ്കിൽ അത് തീർച്ചയായിട്ടും റേഞ്ച് സെറ്റും കോഡോമൈനും ഈക്വൽ തന്നെ ആയിരിക്കും അല്ലേ, കാരണം എല്ലാറ്റിനും പ്രീ ഇമേജ് വേണമല്ലോ, എന്നാലേ ഓൺ ടു ആവുള്ളൂ. അപ്പോൾ റേഞ്ച് സെറ്റും കോഡോമൈനും ഈക്വൽ ആകുമ്പോൾ മാത്രമാണ് ഒരു ഫംഗ്ഷൻ ഓൺ ടു ആവുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കാം. ഇനി അടുത്ത ഡെഫിനിഷൻ, എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ is said to be 1 and on to. 1 on to ഫംഗ്ഷന് പറയുന്ന പേരാണ് ബൈജക്റ്റീവ് എന്ന് പറയും. ഇഫ് ബോത്ത് 1 and on to, അതായത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ബൈജക്റ്റീവ് ഫംഗ്ഷന് പറയുന്ന പേരാണ് 1 on to ഫംഗ്ഷൻ. അത് രണ്ടും ആണെങ്കിൽ അതിനെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ പരിശോധിക്കാം. ലെറ്റ് എ ബി ദ സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 11 ഇൻ എ സ്കൂൾ. ലെറ്റ് എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു എൻ be defined as f of x is equal to roll number of the student x. Then here f is 1 but not on to. ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് എഫ് എന്നുള്ളത് എയിൽ നിന്ന് എന്നിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഓഫ് +1 ക്ലാസ് ആണ്. ഒരു +1 ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസിൻ്റെ സെറ്റാണ് എ എന്ന് പറയുന്നത്. എൻ എന്നാൽ നിങ്ങൾക്കറിയാലോ, നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റാണ് അല്ലേ. ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റോൾ നമ്പർ ഓഫ് ദി സ്റ്റുഡൻറ്റ് എക്സ്. ഓരോ സ്റ്റുഡൻറ്റിനും ഓരോ റോൾ നമ്പർ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ. ഡിഫറെൻറ്റ് സ്റ്റുഡൻസിന് ഡിഫറെൻറ്റ് റോൾ നമ്പർ അല്ലേ ഉണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും എഫ് ഏതിന് എക്സാമ്പിളാണ്, 1 അല്ലേ. 2 സ്റ്റുഡൻസിന് എപ്പോഴും ഒരു റോൾ നമ്പർ ഉണ്ടാവില്ല, ഡിഫറെൻറ്റ് സ്റ്റുഡൻസിന് ഡിഫറെൻറ്റ് റോൾ നമ്പറാണ് ഉണ്ടാവുക. അപ്പോൾ എഫ് 1 എക്സാമ്പിളാണ്. പക്ഷേ ഓൺ ടു ആയിരിക്കുമോ, കാരണം ഇവിടെ കോഡോമൈൻ എന്ന് പറയുന്നത് എന്താണ്, എൻ ആണ്. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 60 സ്റ്റുഡൻസ് ആണുള്ളതെങ്കിൽ 60 വരെയുള്ള റോൾ നമ്പറല്ലേ നമ്മൾ കൊടുക്കൂ. അതിന് ശേഷമുള്ള നമ്പറൊന്നും പ്രീ ഇമേജ് ഉണ്ടാവില്ലല്ലോ അല്ലേ. ഇവിടെ എൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്. നാച്ചുറൽ നമ്പറിൽ ഇപ്പോൾ 60 സ്റ്റുഡൻസ് ആണുള്ളതെങ്കിൽ 1 മുതൽ 60 വരെയുള്ള ആണല്ലോ നമ്മൾ റോൾ നമ്പർ കൊടുക്കുക. അപ്പോൾ 61 മുതൽ അങ്ങോട്ടുള്ള നമ്പേഴ്സിനൊന്നും പ്രീ ഇമേജ് ഉണ്ടാവില്ല അല്ലേ. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 മുതൽ ഇൻഫിനിറ്റി വരെ ഉണ്ടല്ലോ. അപ്പോൾ 61 മുതൽ അങ്ങോട്ടുള്ള നമ്പേഴ്സിനൊന്നും പ്രീ ഇമേജ് ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫംഗ്ഷൻ എന്തല്ല, ഓൺ ടു അല്ല. അപ്പോൾ ഇത് 1 ആണ്, ഓൺ ടു അല്ല. അതിനൊരു എക്സാമ്പിളാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ എഫ് ഫ്രം എൻ ടു എൻ given by f of x is equal to 2x is 1 but not on to. ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് എന്നിൽ നിന്ന് എന്നിലേക്കാണ്. നാച്ചുറൽ നമ്പറിലേക്ക് തന്നെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് 1 ആണ് ബട്ട് നോട്ട് ഓൺ ടു എന്നാണ് നമ്മൾക്ക് തെളിയിക്കേണ്ടത്.
അപ്പോൾ 1 തെളിയിക്കാനുള്ള ഫോർമുല ഉണ്ടല്ലോ, അതിൻ്റെ കണ്ടീഷൻ ഉണ്ടല്ലോ, അത് പ്രകാരം തന്നെ തെളിയിക്കാം. f(x1) = f(x2) എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെഫിനിഷൻ പ്രകാരം എന്താ കേട്ടോ, f(x) പറഞ്ഞാൽ 2x ആണല്ലോ. അപ്പോൾ f(x1) എന്ന് പറയുമ്പോൾ 2x1 = 2x2. അപ്പോൾ രണ്ട് സൈഡിലും 2 കട്ട് ചെയ്താൽ x1 = x2 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ f(x1) = f(x2) ആണെങ്കിൽ x1 = x2 എന്ന് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്, f is 1 1. അതാണല്ലോ 1 1 ഫംഗ്ഷൻ തെളിയിക്കാനുള്ള കണ്ടീഷൻ. അപ്പോൾ f is 1 1 ആണെന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇനി ഫർദർ f is not onto. ഇവിടെ onto അല്ല. എന്തുകൊണ്ടല്ല എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു എലമെൻറ്റിന് പ്രീഇമേജ് ഇല്ലാതിരുന്നാൽ മതിയല്ലോ. ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് f(x) = 2x എന്നാണ്. അതായത് എക്സിൻ്റെ ഇമേജ് 2x ആണ്. അപ്പോൾ 1ൻ്റെ ഇമേജ് എന്തായിരിക്കും, 2 ആയിരിക്കും അല്ലേ. 2യുടെ ഇമേജ് എന്തായിരിക്കും, 4 ആയിരിക്കും. 3യുടെ ഇമേജ് എന്തായിരിക്കും, 6 ആയിരിക്കും. കാരണം അതിൻ്റെ ഡബിൾ അല്ലേ, 2x എന്നല്ലേ പറയുന്നത്. അപ്പോൾ 3യുടെ ഇമേജ് 6 ആയിരിക്കും, 4ൻ്റെ ഇമേജ് 8 ആയിരിക്കും അല്ലേ. അങ്ങനെയല്ലേ ഇമേജസ് പോകുന്നത്. അപ്പോൾ ഇവിടെ 1ൻ്റെ ഇമേജ് നാച്ചുറൽ നമ്പർ തുടങ്ങുന്നത് തന്നെ 1-ലാണല്ലോ, 1-ലാണ് തുടങ്ങുന്നത്. അപ്പോൾ 1ൻ്റെ ഇമേജ് തന്നെ 2 ആണ്. അപ്പോൾ നമ്മൾ കോഡോമൈൻ ഇവിടെ n തന്നെയാണ്. അപ്പോൾ കോഡോമൈനിലെ 1 എന്നുള്ള എലമെൻറ്റിന് പ്രീ ഇമേജ് ഉണ്ടോ, ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് അതൊരു റീസൺ ആയിട്ട് എഴുതാം. ഹിയർ f is not onto since the element 1 has no pre-image in n അല്ലേ. നാച്ചുറൽ നമ്പറിൽ ആണ് കോഡോമൈൻ, അതിൽ 1 എന്നുള്ള എലമെൻറ്റിന് പ്രീ ഇമേജ് ഇല്ല. അതുകൊണ്ട് f onto അല്ല എന്ന് പറയാം. 1-ന് മാത്രമല്ല വേറെ പല എലമെൻറ്റും പ്രീ ഇമേജ് ഇല്ല. 3-ക്കൊന്നും പ്രീ ഇമേജ് വരില്ല അല്ലേ. 3 ഒരിക്കലും ഇമേജായിട്ട് വരില്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു റീസൺ നിങ്ങളിവിടെ എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ 1-ന് പ്രീ ഇമേജ് ഇല്ല എന്ന് എഴുതാം. അതുകൊണ്ട് f not onto എന്ന് എഴുതാം. അടുത്തത് പ്രൂവ് ദാറ്റ് ദി ഫംഗ്ഷൻ f ഫ്രം R-ൽ നിന്ന് R-ലേക്ക്. R എന്ന് പറഞ്ഞാൽ അറിയാലോ, റിയൽ നമ്പേഴ്സ്. ഇവിടെയും സെയിം ഫംഗ്ഷൻ തന്നെയാണ്, f(x) = 2x. അപ്പോൾ ഇവിടെ ഡൊമൈനും കോഡൊമൈനും മാറിയെന്ന് മാത്രം. നേരത്തെ n-ൽ നിന്ന് n-ലേക്കായിരുന്നു, ഇപ്പോൾ R-ൽ നിന്ന് R-ലേക്കാണ്. അപ്പോൾ ഇവിടെ എന്ത് വ്യത്യാസം വന്നു നോക്കാം. ഇവിടെ 1 1 ആണ് ആൻഡ് onto രണ്ടും ആണ്. ഇതേ ക്വസ്റ്റ്യൻ n-ൽ നിന്ന് n-ലേക്കായപ്പോൾ 1 1 ആണ്, പക്ഷെ onto ആയിരുന്നില്ല. അപ്പോൾ അത് R-ൽ നിന്ന് R-ലേക്കായപ്പോൾ രണ്ടും ആണ്, 1 1 ആണ് onto ആണ് എന്നുള്ളതാണ് ഇവിടെ തെളിയിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. കഴിഞ്ഞ ഇത് കേസ് പോലെ തന്നെ f(x1) = f(x2) implies 2x1 = 2x2. that implies x1 = x2 അല്ലേ. അപ്പോൾ f(x1) = f(x2) എടുത്താൽ x1 = x2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ f 1 1 ആണ്. ഇനി onto ആണെന്നുള്ളത്, കാരണം onto ആയിരിക്കും. നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. റിയൽ നമ്പേഴ്സ് പറഞ്ഞാൽ എല്ലാം ആയല്ലോ, എല്ലാ നമ്പറും ഉൾപ്പെടുന്നതാണല്ലോ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 1ൻ്റെ ഇമേജ് ആണെങ്കിൽ 2 ആണ്, 2ൻ്റെ ഇമേജ് 4, അങ്ങനെ വരും. പിന്നെ അല്ലെങ്കിൽ കോഡൊമൈനിൽ ഇപ്പോൾ 1 എന്നുള്ള എലമെൻ്റ് എടുത്താൽ അതിൻ്റെ പ്രീ ഇമേജ് എന്താ വരിക, അതിൻ്റെ ഹാഫാണ് വരിക അല്ലേ. എക്സിൻ്റെ ഇമേജ് 2x അല്ലെങ്കിൽ 2xൻ്റെ പ്രീ ഇമേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹാഫ് അല്ലേ, പകുതിയല്ലേ വരുന്നത്. അപ്പോൾ കോഡൊമൈനിൽ 1 എന്നുള്ള എലമെൻ്റ് എടുത്താൽ അതിൻ്റെ പ്രീ ഇമേജ് വരേണ്ടത് ഹാഫാണ്. അതൊക്കെ ഡൊമൈനിൽ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ, കാരണം റിയൽ നമ്പേഴ്സാണ്. റിയൽ നമ്പേഴ്സിൽ റാഷണൽ നമ്പറും എല്ലാ നമ്പറും പെട്ടുമല്ലോ. നാച്ചുറൽ നമ്പർ, എല്ലാ ഇൻറ്റിജർ, റാഷണൽ നമ്പർ എല്ലാം പെട്ടതാണല്ലോ റിയൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും onto തന്നെ ആയിരിക്കും. അതിൻ്റെ കണ്ടീഷൻ നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് അതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം തന്നെയാണ്. അപ്പോൾ onto ആണെന്ന് തെളിയിക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആ തന്നിരിക്കുന്ന ഇമേജ് ഉണ്ടല്ലോ, ഇവിടെ f(x) = 2x അല്ലേ തന്നത്, അതിന് നമ്മൾ y എന്ന് വിളിക്കും. ലെറ്റ് y = 2x എന്ന് എടുക്കും. y 2x ആകുമ്പോൾ x എന്തായിരിക്കും, y/2 ആയിരിക്കും അല്ലേ, അതിൻ്റെ പകുതി. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഡെഫിനിഷൻ എന്താണ്, ontoൻ്റെ കണ്ടീഷൻ എന്താണ്, ഫോർ എവരി x belongs to x, for every y belongs to y, there exists x belongs to x such that f(x) is equal to y. അതാണ് ontoൻ്റെ കണ്ടീഷൻ. f(x) എന്നുള്ളത് y എന്ന് കിട്ടണം എന്നാണ്. അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്നതിനെ y എന്ന് വിളിച്ചു. y = 2x ആണ് ഇമേജ്. അപ്പോൾ x = y/2 എന്ന് കിട്ടി. ദെൻ f(x) is equal to f of y/2. എക്സിന് y/2 കൊടുത്തു.
ദറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ബൈ ടു എന്താ വരിക, എഫ് ഓഫ് എക്സ് ടു എക്സ് അല്ലേ, അപ്പോൾ എഫ് ഓഫ് വൈ ബൈ ടു എന്ത് വരും, 2 ഇൻറ്റു വൈ ബൈ ടു ദറ്റ്സ് ഈക്വൽ ടു വൈ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടിയാൽ അതെന്തായി മാറി, ദാറ്റ് ഈസ് ഓൺ ടു ആയി മാറി. അപ്പോൾ അതാണ് ഓൺ ടുവിൻ്റെ കണ്ടീഷൻ. ആ കണ്ടീഷൻ പ്രകാരമാണ് ഓൺ ടു ആണെന്നുള്ളത് തെളിയിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കുക. എഫ് എന്നിൽ നിന്ന് എന്നിലേക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x എന്ന് ഡിഫൈൻ ചെയ്തപ്പോൾ 1 ആയിരുന്നു, ഓൺ ടു അല്ല. പക്ഷെ അതേ ഫംഗ്ഷൻ തന്നെ ആറിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്തപ്പോൾ 1 ആണ്, ഓൺ ടു ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിൻ്റെ ഡൊമൈനും കോഡൊമൈനും ഒക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ കേസിൽ അത് ബൈജക്റ്റീവ് ആയിരുന്നു. 1 ഓൺ ടു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണല്ലോ. തേർഡ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ എഫ് ഫ്രം ആറിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻഡ് എസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈസ് നൈദർ 1 നോർ ഓൺ ടു. ആറിൽ നിന്ന് ആറിലേക്ക് തന്നെയാണ്, റിയൽ നമ്പർ അല്ലേ, റിയൽ നമ്പറിന് റിയൽ നമ്പറിലേക്ക് തന്നെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണ്. എക്സിൻ്റെ ഇമേജ് എക്സ് സ്ക്വയർ ആണ്, അതിൻ്റെ സ്ക്വയർ. അത് 1 അല്ല, ഓൺ ടു അല്ല. അപ്പോൾ നമുക്ക് നോക്കാം 1 അല്ല എന്നുള്ളത് നമ്മൾ ഏതെങ്കിലും ഒരു എക്സാമ്പിളിലൂടെ തെളിയിച്ചാൽ മതി. എഫ് ഓഫ് 1 ഈക്വൽ ടു 1, എഫ് ഓഫ് -1 ഈക്വൽ ടു 1 ആണ് അല്ലേ. കാരണം 1ൻ്റെ ഇമേജ് 1 സ്ക്വയർ, അതായത് 1 തന്നെ. -1ൻ്റെ ഇമേജ് -1 സ്ക്വയർ, ദാറ്റ് ഈസ് ആൾസോ 1 അല്ലേ. അപ്പോൾ രണ്ട് ഡിഫറെൻ്റ് എലമെൻറ്റിൻ്റെ ഇമേജ് സെയിം ആയില്ലേ. 1 -1 രണ്ടും ഡിഫറെൻ്റ് എലമെൻറ്റ്സ് ആണ്, അവയുടെ ഇമേജ് സെയിം കിട്ടിയില്ലേ, 1 തന്നെ കിട്ടിയില്ലേ. അപ്പോൾ എഫ് എന്തല്ല, നോട്ട് 1. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സാമ്പിൾ കൊടുക്കാം. ഇപ്പോൾ 2യുടെ ഇമേജ് എന്താ വരിക, 4 ആണ് വരിക. -2യുടെ ഇമേജും 4 തന്നെയാണ് വരിക അല്ലേ. അപ്പോൾ ഡിഫറെൻ്റ് എലമെൻറ്റിന് സെയിം ഇമേജ് വന്നു. അപ്പോൾ ഇത് 1 അല്ല, ഇതൊരു മെനി 1 ഫംഗ്ഷനാണ്. സോ ഹിയർ എഫ് ഈസ് നോട്ട് 1. ഇനി ഓൺ ടു അല്ല എന്നുള്ളത് നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാം, ഒന്നുകിൽ നമുക്കിതിൻ്റെ ഗ്രാഫിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളത് ആലോചിക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണ്, എക്സിൻ്റെ ഇമേജ് എക്സ് സ്ക്വയർ ആണ്. ഇതൊരു പരാബോളയാണെന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ ഗ്രാഫ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാഫ് ഇങ്ങനെയാണല്ലോ വരുന്നത്, പരാബോള വൈ ആക്സിസിനെ അബൌട്ടുള്ള പരാബോളയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഗ്രാഫ് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. നെഗറ്റീവ് നമ്പേഴ്സ് ഒന്നും ഫോർത്ത് ക്വാഡ്രാൻറ്റ് തേർഡ് ക്വാഡ്രാൻറ്റിൽ വൈ ആക്സിൻ്റെ നെഗറ്റീവ് വാല്യൂസ് നോക്കുക നിങ്ങൾ. അതൊന്നും പിന്നെ ഇമേജസ് ആയിട്ട് വരുന്നില്ല അല്ലേ, അതിനൊന്നും പ്രീ ഇമേജസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ഓൺ ടു അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രാൻസിൽ മാത്രമാണ് ഗ്രാഫ് വരുന്നത്, ഗ്രാഫ് താഴോട്ടേക്ക് വരുന്നേ ഇല്ല. അതായത് നെഗറ്റീവ് നമ്പേഴ്സിനൊന്നും 6 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അല്ല റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്ക് തന്നെയാണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സിനൊന്നും തന്നെ പ്രീ ഇമേജ് ഇല്ല എന്ന് പറയാം. അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് ഒന്നും തന്നെ ഒരു എക്സ് വാല്യൂവിൻ്റെയും ഇമേജായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ഓൺ ടു അല്ല എന്ന് പറയാൻ പറ്റും. എഫ് ഈസ് നോട്ട് ഓൺ ടു സിൻസ് ഓൾ നെഗറ്റീവ് നമ്പേഴ്സ് ഇൻ കോഡൊമൈൻ ഹാവ് നോ പ്രീ ഇമേജ് ഇൻ ഡൊമൈൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ റീസൺ. പിന്നെ 1 അല്ല എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതിന് വേറൊരു മെത്തേഡും കൂടിയുണ്ട്. 1 അല്ല എന്നുള്ളത് പറയാൻ ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്, അത് നമുക്കൊരു ലൈൻ വെച്ചിട്ട് പറയാൻ പറ്റും. അതായത് ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, എക്സ് ആക്സിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. എക്സ് ആക്സിന് പാരലായിട്ട് നമ്മളൊരു ലൈൻ വരച്ചാൽ അത് കർവിനെ രണ്ട് സ്ഥലത്ത് ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെപ്പോഴും 1 ആയിരിക്കില്ല. ഇത് പാരലൽ ലൈൻ ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാൻ പറ്റും. ഇവിടെ നോക്കുക, നിങ്ങൾക്ക് 1ൻ്റെ ഇമേജ് 1 തന്നെയാണ്, -1ൻ്റെ ഇമേജും 1 തന്നെയാണ് അല്ലേ, ഗ്രാഫിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു പാരലൽ ലൈൻ എക്സ് ആക്സിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചാൽ അത് കർവിനെ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും 1 ആയിരിക്കില്ല. കാരണം ഫംഗ്ഷൻ ഒരേ വാല്യൂ കിട്ടുന്നല്ലേ അതിൻ്റെ അർത്ഥം. രണ്ട് എലമെൻറ്റിന് ഒരേ വാല്യൂ കിട്ടുന്നു അല്ലേ, രണ്ട് സ്ഥലത്ത് മീറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ രണ്ട് ഡിഫറെൻറ്റ് വാല്യൂവിന് ഫംഗ്ഷന് ഒരേ വാല്യൂ കിട്ടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും ഫംഗ്ഷൻ 1 അല്ല എന്നുള്ളത്. അതുപോലെ ഓൺ ടു എന്നുള്ളത്
അതിൻ്റെ ഗ്രാഫ് കണ്ടിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സിൽ താഴേക്ക് ഗ്രാഫ് വരുന്നില്ല, നെഗറ്റീവ് നമ്പേഴ്സിന് പ്രീ ഇമേജ് ഇല്ല. ഇപ്പോൾ എല്ലാ എലമെൻറ്റിൻ്റെയും സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ്റെ ഒക്കെ ഫങ്ഷൻസിൻ്റെ ഒക്കെ ഗ്രാഫ് നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം. ഇനി അതിൽ തന്നെ ഒരു നോട്ടായിട്ട് ഒരു കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഡിഫൈൻഡ് ഫ്രം എൻ ടു എൻ, എന്നിൽ നിന്ന് എന്നിലേക്കാണ് ഡിഫൈൻ ചെയ്തത് എങ്കിൽ, ആറിൽ നിന്ന് ആറിലേക്കാണല്ലോ ഇവിടെ ഉള്ളത്. ഇനി എന്നിൽ നിന്ന് എന്നിലേക്കാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും 1 ആയിരിക്കും. അതുപോലെ 1 ആയിരിക്കും, ബട്ട് നോട്ട് ഓൺ ടു. നാച്ചുറൽ നമ്പർ ആകുമ്പോൾ 1ൻ്റെ ഇമേജ് 1 മുതലുള്ള നമ്പേഴ്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ 1ൻ്റെ ഇമേജ് 1, 2യുടെ ഇമേജ് 4, 3യുടെ ഇമേജ് 9 അങ്ങനെയല്ലേ വരിക. അപ്പോൾ അത് തീർച്ചയായിട്ടും ഡിഫറെൻ്റ് എലമെൻറ്റിന് ഡിഫറെൻ്റ് ഇമേജ് തന്നെയല്ലേ വരിക. അപ്പോൾ എന്നിൽ നിന്ന് എന്നിലേക്കാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഡിഫൈൻ ചെയ്തത് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഫംഗ്ഷൻ 1 ആയിരിക്കും, ഓൺ ടു ആയിരിക്കില്ല അല്ലേ. കാരണം എല്ലാ എലമെൻറ്റിൻ്റെ ഒന്നും പ്രീ ഇമേജ് വരുന്നില്ല. 2യുടെ 3ക്കൊന്നും പ്രീ ഇമേജ് വരില്ലല്ലോ, 3 ഏതിൻ്റെയും സ്ക്വയർ ആയിട്ട് വരുന്നില്ലല്ലോ. അപ്പോൾ പ്രീ ഇമേജ് എല്ലാറ്റിനും ഇല്ലാത്തതുകൊണ്ട് ഓൺ ടു ആയിരിക്കില്ല, 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ എക്സാമ്പിളിൽ നിന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഡൊമൈനും കോഡൊമൈനും മാറുമ്പോൾ ഫംഗ്ഷൻ അതേ ഫംഗ്ഷൻ തന്നെ ആണെങ്കിൽ പോലും ഡൊമൈനും കോഡൊമൈനും മാറുമ്പോൾ റിസൾട്ട് മാറുന്നുണ്ട് അല്ലേ. 1 ഓൺ ടുവിൻ്റെ റിസൾട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഡൊമൈനും കോഡൊമൈനും ഒക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കുക. അടുത്തത് ഷോ ദി മോഡുലസ് ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ഈസ് നെയ്തർ 1 നോർ ഓൺ ടു. ഇവിടെ മോഡുലസ് ഫംഗ്ഷൻ അത് നിങ്ങൾക്ക് മോഡ് എക്സിൻ്റെ ഗ്രാഫ് നിങ്ങൾ ഫസ്റ്റ് ഇയർ തന്നെ പഠിച്ചതാണ്. ഒരു വി ഷേപ്പിലുള്ള ഗ്രാഫാണ് അല്ലേ. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാരലൽ ലൈൻ വരച്ചാൽ, പാരലൽ ലൈൻ ടെസ്റ്റ് എന്ന് പറയാം അതിന്. പാരലൽ ലൈൻ ടെസ്റ്റ് ഉപയോഗിച്ചാൽ പാരലൽ ലൈൻ വരച്ചാൽ, എക്സ് ആക്സിന് പാരലായിട്ട് ലൈൻ വരച്ചാൽ അത് ഗ്രാഫിന് 2 സ്ഥലത്ത് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1 ആയിരിക്കില്ല. അപ്പോൾ ഇവിടെ 1ൻ്റെ ഇമേജ് നോക്കുക, 1ൻ്റെ ഇമേജ് 1 തന്നെയാണ്, -1ൻ്റെ ഇമേജും 1 തന്നെയാണ് അല്ലേ. കാരണം മോഡ് എക്സ് അല്ലേ ഫംഗ്ഷൻ. അപ്പോൾ മോഡുലസ് ഓഫ് 1 എന്ന് പറഞ്ഞാലും 1 തന്നെയാണ്, മോഡുലസ് ഓഫ് -1 എന്ന് പറഞ്ഞാലും 1 തന്നെയാണ്. അപ്പോൾ ഒരു പാരലൽ ലൈൻ വെച്ചാൽ ഗ്രാഫിന് 2 സ്ഥലത്ത് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും 1 അല്ല എന്ന് മനസ്സിലാക്കാം. അതുപോലെ ഓൺ ടു, അത് നേരത്തെ പറഞ്ഞ അതേ റീസൺ ആണ് ഇവിടെ. നെഗറ്റീവ് നമ്പേഴ്സിനൊന്നും പ്രീ ഇമേജ് ഇല്ല അല്ലേ, ഗ്രാഫ് താഴേക്ക് വരുന്നില്ല. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രാന്റിൽ മാത്രമേ ഗ്രാഫ് ഉള്ളൂ. അപ്പോൾ ഓൾ നെഗറ്റീവ് നമ്പേഴ്സ് ഹാവ് നോ പ്രീ ഇമേജ്. അതുകൊണ്ട് നമ്മൾക്ക് ഈ ഫംഗ്ഷൻ ഓൺ ടു അല്ല എന്നുള്ളത് പറയാൻ പറ്റും. നെക്സ്റ്റ്, ചെക്ക് ദി ഇൻജക്റ്റിവിറ്റി ആൻഡ് സർജക്റ്റിവിറ്റി ഓഫ് എഫ് ഫ്രം ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ഇതെല്ലാം നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ച സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ് ആയതുകൊണ്ട് ഗ്രാഫ് നിങ്ങളെ മനസ്സിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് ഇതിങ്ങനെയാണ് അല്ലേ. ഫസ്റ്റ് ആൻഡ് തേർഡ് ക്വാഡ്രാന്റിലായിട്ടാണ് ഗ്രാഫ് വരുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ നോക്കുക. ഇവിടെ ഒരു പാരലൽ ലൈൻ വരച്ചാൽ, എക്സ് ആക്സിന് പാരലൽ ലൈൻ വരച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്കിത് മൂവ് ചെയ്യിക്കാൻ പറ്റും. ഒരു കമ്പ്യൂട്ടറിൽ എടുത്താൽ, നമുക്ക് ജിയോജിബ്രയിൽ എടുത്താൽ ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കാൻ പറ്റും ഈ ലൈന്. അപ്പോൾ ഇത് എവിടെ ഈ ലൈൻ എടുത്താലും, ഈ പാരലൽ ലൈൻ, എക്സ് ആക്സിൻ്റെ പാരലൽ ലൈൻ എടുത്താൽ ഗ്രാഫിൽ എവിടെ ആയാലും ഒരു പോയിന്റിൽ മാത്രമേ മീറ്റ് ചെയ്യൂ. ഒന്നിൽ കൂടുതൽ പോയിന്റിൽ ഇത് ഗ്രാഫിൽ മീറ്റ് ചെയ്യൂല അല്ലേ. അത് നിങ്ങൾക്ക് ഫിഗർ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുമ്പോൾ ഗ്രാഫിൽ എപ്പോഴും ഒരു പോയിന്റിൽ മാത്രമേ മീറ്റ് ചെയ്യൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് 1 ആണ്, ഫങ്ഷൻസ് 1 ആണ്. ഇനി അതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം വേണമെങ്കിൽ എഴുതി നോക്കാം. എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ എക്സ് ക്യൂബ് എന്നല്ലേ. അപ്പോൾ x1 ക്യൂബ് ഈക്വൽ ടു x2 ക്യൂബ്, ദാറ്റ് ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 അല്ലേ. രണ്ട് എലമെൻറ്റിൻ്റെ ക്യൂബ് ഈക്വൽ ആണെങ്കിൽ ആ എലമെൻറ്റ് ഈക്വൽ ആയിരിക്കുമല്ലോ. ഹെൻസ് എഫ് ഈസ് 1. അപ്പോൾ തീർച്ചയായിട്ടും 1 ആണ്. ഗ്രാഫ് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇനി ഫംഗ്ഷൻ ഓൺ ടു ആണെന്നുള്ളത് ഗ്രാഫിൽ കണ്ടാൽ അറിയും. കാരണം ഫസ്റ്റ് ക്വാഡ്രാന്റിൽ ഇൻഫിനിറ്റി വരെ ഗ്രാഫ് ഉണ്ട്. അതായത് എല്ലാ പോസിറ്റീവ് നമ്പേഴ്സും ഇമേജസ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തേർഡ് ക്വാഡ്രാന്റിൽ -ഇൻഫിനിറ്റിയിലേക്ക് ഗ്രാഫ് പോകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും ഇമേജസ് ആണ് എന്നാണ് അല്ലേ.
അപ്പോൾ ഓൺ ടു ആണ്. അത് നമുക്ക് ഡെഫിനിഷൻ പ്രകാരം എഴുതി നോക്കാം. ഓൺ ടുവിൻ്റെ ഡെഫിനിഷൻ പ്രകാരം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്നല്ലേ തന്നത്. അപ്പോൾ ആ എക്സ് ക്യൂബിനെ നമ്മൾ വൈ ആയിട്ട് എടുക്കാം. വൈ ഈക്വൽ ടു എക്സ് ക്യൂബ്, അപ്പോൾ എക്സ് ഈക്വൽ ടു വൈ റേസ് ടു 1/3 എന്ന് കിട്ടും. ദെൻ കൺസിഡർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സിന് വരെ വൈ റേസ് ടു 1/3 കൊടുക്കാം. എഫ് ഓഫ് വൈ റേസ് ടു 1/3 ഈക്വൽ ടു വൈ റേസ് ടു 1/3യുടെ ക്യൂബ് അല്ലേ. എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ എക്സ് ക്യൂബ് ആണല്ലോ. അപ്പോൾ എഫ് ഓഫ് വൈ റേസ് ടു 1/3 എന്ന് പറഞ്ഞാൽ വൈ റേസ് ടു 1/3യുടെ ക്യൂബ്. അപ്പോൾ ഇവിടെ 3 പവർ അല്ലേ രണ്ടും, അപ്പോൾ 3 ക്യാൻസൽ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഈക്വൽ ടു വൈ തന്നെ കിട്ടും. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എഫ് ഈസ് ഓൺ ടു എന്നാണ്. അപ്പോൾ 1 ആണെന്നും ഓൺ ടു ആണെന്നും രണ്ടും ഡെഫിനിഷൻ പ്രകാരം നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഗ്രാഫ് നോക്കിയാലും പറയാൻ പറ്റും. ജസ്റ്റ് ഗ്രാഫിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. 1 ആണോ ഓൺ ടു ആണ് തെളിയിക്കാൻ നമുക്ക് ഈ ഗ്രാഫ് തന്നെ ധാരാളം മതി. അടുത്തത് ഷോ ദാറ്റ് ദി സിഗ്നം ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0, ഈക്വൽ ടു 0 ഇഫ് എക്സ് ഈക്വൽ ടു 0, -1 ഇഫ് എക്സ് ലെസ് ദാൻ 0. സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ് നിങ്ങൾക്കറിയാം. അതിൻ്റെ ഗ്രാഫ് ഇവിടെ വരച്ചിട്ടില്ല, എന്നാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ നിങ്ങൾ അതിൻ്റെ ഗ്രാഫൊക്കെ പരിചയപ്പെട്ടതാണ്. ഇതിൻ്റെ ഡെഫിനേഷൻ കണ്ടാൽ തന്നെ അറിയാം. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴൊക്കെ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. അതായത് ഗ്രേറ്റർ ദാൻ 0 മീൻസ് പോസിറ്റീവ് അല്ലേ. എല്ലാ പോസിറ്റീവ് വാല്യൂസിനും ഇമേജ് 1 ആണ്. എഫ് ഓഫ് എക്സ് 1 മീൻസ് ഇമേജ് 1 അല്ലേ. എക്സിൻ്റെ എല്ലാ പോസിറ്റീവ് വാല്യൂവിനും ഇമേജ് 1 ആണ്. 0 ആകുമ്പോൾ ഇമേജ് 0 ആണ്. എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ അതായത് നെഗറ്റീവ് നമ്പേഴ്സിനെല്ലാം ഇമേജ് -1 ആണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഫംഗ്ഷൻ ഇസ് നോട്ട് 1 അല്ലേ. അത് ഏതെങ്കിലും ഒരു റീസൺ കൊടുത്താൽ മതി. ഓൾ പോസിറ്റീവ് നമ്പേഴ്സ് ആർ മാപ്ഡ് ടു 1 അല്ലേ. എല്ലാ പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ ഇമേജ് 1 ആണ്. അപ്പോൾ അതൊരു മിനി 1 ഫംഗ്ഷനാണ് അല്ലേ. കുറേ എലമെൻറ്റിന് ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ അത് മിനി 1 ഫംഗ്ഷനാണ്. അതുപോലെ ദിസ് ഫംഗ്ഷൻ ഇസ് നോട്ട് ഓൺ ടു അതും പറയാൻ പറ്റും. കാരണം ഇവിടെ ഇമേജസ് ആയിട്ട് വരുന്നത് 1ഉം 0ഉം -1 മാത്രമാണ് അല്ലേ. അത് മാത്രമാണ് ഇമേജസ് ആയിട്ട് വരുന്നത്. എല്ലാ പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ ഇമേജ് 1, 0ൻ്റെ ഇമേജ് 0, എല്ലാ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ ഇമേജ് -1. അപ്പോൾ ഇവിടെ ഇമേജസ് ആയിട്ട് വരുന്നത് 1ഉം 0ഉം -1 മാത്രമാണ്. ബാക്കി ഒന്നിനും ബാക്കി ഒന്നും ഇനി പ്രീ ഇമേജസ് ഇല്ല. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് ആറിലേക്കാണ്. റിയൽ നമ്പേഴ്സ് അപ്പോൾ 1, 0, -1 ഈ 3 റിയൽ നമ്പേഴ്സിന് മാത്രമാണ് പ്രീ ഇമേജസ് ഉള്ളത്. ബാക്കി ഒന്നിനും പ്രീ ഇമേജസ് ഇല്ല. അപ്പോൾ ആ റീസൺ തന്നെ കൊടുത്താൽ മതി. ദിസ് ഈസ് നോട്ട് ഓൺ ടു സിൻസ് ഓൺലി -1, 0, 1 ഇൻ കോഡൊമൈൻ ഹാവ് പ്രീ ഇമേജസ്. അവയ്ക്ക് മാത്രമേ പ്രീ ഇമേജസ് ഉള്ളൂ. ബാക്കി ഒന്നിനും പ്രീ ഇമേജസ് ഇല്ല. അതുകൊണ്ട് ഓൺ ടു അല്ല. നെക്സ്റ്റ് എക്സാമ്പിൾ. In each of the following cases state whether the function is 1, 1 on 2 or bijective. 2 ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഫ് ആറിൽ നിന്ന് ആറിലേക്ക് തന്നെയാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 - 4x. അപ്പോൾ അത് 1, 1 ആണോ ഓൺ ടു ആണോ ചെക്ക് ചെയ്യാം. നമുക്ക് ആദ്യത്തേത് എടുക്കാം. നമുക്ക് എഫ് ഓഫ് എക്സ് 3 - 4x ആണ് അല്ലേ. അപ്പോൾ 1, 1 ആണോ ചെക്ക് ചെയ്യാൻ എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എടുക്കാം. അതായത് 3 - 4x1 ഈക്വൽ ടു 3 - 4x2. അത് ഇക്വേഷൻ്റെ അങ്ങോട്ട് LHS RHSലേക്കും ചേഞ്ച് ചെയ്യുമ്പോൾ 4x1 3 കട്ട് ചെയ്യാൻ പറ്റും അല്ലേ. 4x1 ഈക്വൽ ടു 4x2 എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 എന്ന് കിട്ടും. അപ്പോൾ എഫ് 1, 1 ആണെന്നുള്ളത് പറയാൻ പറ്റും. അതുപോലെ ഓൺ ടുവിന് നമ്മൾക്ക് തെളിയിക്കേണ്ടത് അതിൻ്റെ ഡെഫിനേഷൻ പ്രകാരമാണ് തെളിയിക്കേണ്ടത്. ഇവിടെ എഫ് ഓഫ് എക്സ് 3 - 4x ആണ്. അതിനെ y എന്ന് വിളിച്ചു. അങ്ങനെയാണല്ലോ നമ്മൾ ഓൺ ടു തെളിയിക്കുന്നത്. y ഈക്വൽ ടു 3 - 4x. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് എഴുതാം? 4x ഈക്വൽ ടു 3 - y. എക്സ് ഈക്വൽ ടു 3 - y/4 എന്ന് കിട്ടും. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 3 - y/4 ദാറ്റ്സ് ഈക്വൽ ടു 3 - 4 × 3 - y/4 അല്ലേ. കാരണം എഫ് ഓഫ് എക്സ് 3 - 4x ആണല്ലോ. അപ്പോൾ എഫ് ഓഫ് 3 - y/4 എന്ന് പറയുമ്പോൾ 3 - 4 × 3 - y/4. 4ഉം 4ഉം ക്യാൻസൽ ചെയ്യുക. അപ്പോൾ കിട്ടുക 3 - 3 - y എന്നാണ്. അവിടെ 3ഉം 3ഉം പോയാൽ y എന്ന് കിട്ടും. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു y എന്ന് കിട്ടി. ദാറ്റ് മീൻസ് എഫ് ഇസ് ഓൺ ടു. അപ്പോൾ 1, 1 ആണ് ഓൺ ടു ആണ്. അപ്പോൾ ബൈജക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റും.
അതാണ് അതിൻ്റെ ആൻസർ വരിക. നെക്സ്റ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1+x² ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അത് 6-ൽ നിന്ന് 6-ലേക്ക് തന്നെയാണ്. ഇത് നേരത്തെ പറഞ്ഞ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലേ, അതേ കാര്യം തന്നെയാണ്. 1+x² എന്ന് പറയുമ്പോൾ അതേ ഗ്രാഫ് തന്നെയാണ്. അത് ഒരു യൂണിറ്റ് മുകളിലേക്ക് വന്നു എന്നേ ഉള്ളൂ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² ആകുമ്പോൾ ഒറിജിനൽ കൂടി തന്നെ പാസ് ചെയ്യും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1+x² ആകുമ്പോൾ അത് ഒരു യൂണിറ്റും കൂടി മുകളിലേക്ക് പോയില്ലേ, 1+x² എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഒരു യൂണിറ്റും കൂടി മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക, 1+x² ഗ്രാഫ്. ഇവിടെ നേരത്തെ പറഞ്ഞ അതേ റീസൺ തന്നെയാണ്. ഇവിടെ നമ്മളൊരു പാരലൽ ലൈൻ വരച്ചാൽ കർവിനെ രണ്ട് സ്ഥലത്ത് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1ൻ്റെ ഇമേജ് 2 ആണ് വരിക, -1ൻ്റെ ഇമേജും 2 ആണ് വരിക. അപ്പോൾ ഡിഫറെൻ്റ് എലമെൻറ്റ് സെയിം ഇമേജ് വന്നു. അപ്പോൾ ദിസ് ഫങ്ഷൻ ഇസ് നോട്ട് 1 1. അതുപോലെ 1 2 അല്ല എന്നുള്ളത് നേരത്തെ കേസ് തന്നെയാണ്. നെഗറ്റീവ് നമ്പേഴ്സിനൊന്നും 0-നെയും 0, അതുപോലെ മറ്റ് നെഗറ്റീവ് നമ്പേഴ്സ് അതിനൊന്നും പ്രീ ഇമേജ് ഇല്ല. അതുകൊണ്ട് 1 2 അല്ല എന്ന് പറയാം. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ റേഞ്ചും കോഡൊമൈനും ഈക്വൽ അല്ല അല്ലേ. റേഞ്ച് സെറ്റ് 1 മുതൽ ഇൻഫിനിറ്റി വരെയാണ് റേഞ്ച് ഉള്ളത്. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ എല്ലാ റിയൽ നമ്പേഴ്സും ആയല്ലോ. അപ്പോൾ അങ്ങനെയും പറയാം. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ അതേ കേസ് തന്നെയാണ്. 1 1 അല്ല, നോട്ട് 1 2. അതിന് അടുത്ത ക്വസ്റ്റ്യൻ എഫ് ഫ്രം എന്നിൽ നിന്ന് എന്നിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എഫ് ഓഫ് n n+1/2 if n is odd and f of n is n/2 if n is even for n belongs to n. ഇത് നിങ്ങൾ ബൈജക്റ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. വെദർ ദി ഫങ്ഷൻ ഇസ് ബൈജക്റ്റീവ്. ഇവിടെ എഫ് ഓഫ് എൻ ഡിഫൈൻ ചെയ്ത് രണ്ട് രീതിയിലുണ്ട്. n ഓടാണെങ്കിൽ അതിൻ്റെ ഇമേജ് n+1/2 ആണ്. n ഈവൺ ആണെങ്കിൽ അതിൻ്റെ ഇമേജ് n/2 ആണ്. അപ്പോൾ എന്നിൽ നിന്ന് എന്നിലേക്കാണ് ഫങ്ഷൻ. നാച്ചുറൽ നമ്പറിലേക്ക് തന്നെയാണ് ഫങ്ഷൻ. ഇപ്പോൾ ആദ്യത്തെ നമ്പർ നോക്കാം, 1 അല്ലേ ഫസ്റ്റ് നമ്പർ. അതിൻ്റെ ഇമേജ് 1 എന്ന് പറഞ്ഞാൽ ഒരു ഓഡ് നമ്പർ അല്ലേ. അപ്പോൾ അതിൻ്റെ ഇമേജ് എന്തായിരിക്കും? 1+1/2 അല്ലേ. n+1/2 എന്നല്ലേ കൊടുത്തത്. അപ്പോൾ 1+1/2 അതായത് 2/2 1 എന്ന് കിട്ടും. അപ്പോൾ 1ൻ്റെ ഇമേജ് 1 എന്ന് കിട്ടും. അടുത്ത എലമെൻറ്റ് നെക്സ്റ്റ് എലമെൻറ്റ് 2 അല്ലേ. 2ൻ്റെ ഇമേജ് നമുക്ക് നോക്കാം. 2 ഈവൺ നമ്പർ അല്ലേ. അപ്പോൾ 2യുടെ ഇമേജ് എന്തായിരിക്കും? 2/2 അല്ലേ. n/2 എന്നല്ലേ ഇവിടെ. ഈവൺ നമ്പർ ആകുമ്പോൾ n/2 ആണല്ലോ ഇമേജ്. അപ്പോൾ 2യുടെ ഇമേജ് 2/2 ദാറ്റ് ഈസ് 1 തന്നെ. അപ്പോൾ നമുക്ക് ഇവിടെ 1ൻ്റെ ഇമേജും 1 എന്ന് കിട്ടി, 2ൻ്റെ ഇമേജും 1 തന്നെ കിട്ടി. അതിൻ്റെ അർത്ഥം എന്താണ്? എഫ് ഈസ് നോട്ട് 1 1 അല്ലേ. ദി ഫങ്ഷൻ ഈസ് നോട്ട് 1 1. അതുകൊണ്ട് പിന്നെ നമ്മൾക്ക് 1 2 ആണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റേറ്റ് വെദർ ദി ഫങ്ഷൻ ഇസ് ബൈജക്റ്റീവ് എന്നാണ്. അപ്പോൾ 1 1 അല്ലെങ്കിൽ തന്നെ എന്ത് പറയാം? നോട്ട് ബൈജക്റ്റീവ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഫങ്ഷൻ ഇസ് നോട്ട് ബൈജക്റ്റീവ്. ഇത് നമ്മൾ ചില സ്റ്റാൻഡേർഡ് ഫങ്ഷൻ്റെയും കൂടി ബൈജക്റ്റിവിറ്റി നമ്മളൊന്ന് ചെക്ക് ചെയ്യാണ്. 2-3 ക്വസ്റ്റ്യൻ. അതായത് ഒന്ന് സൈൻ എക്സ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. ഇവിടെ സൈൻ എക്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്, ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ. സൈൻ എക്സിൻ്റെ ഗ്രാഫ് ഇതാണ്. അപ്പോൾ ഇത് ഗ്രാഫ് ഇത് 6-ൽ നിന്ന് 6-ലേക്കാണ് സൈൻ എക്സ് ഡിഫൈൻ ചെയ്തത് എങ്കിൽ ഇത് തീർച്ചയായിട്ടും എന്താവില്ല? 1 1 ആവില്ല. കാരണം ഗ്രാഫ് കണ്ടാൽ അറിയാം, ഗ്രാഫ് എക്സ് ആക്സിസിൽ പല സ്ഥലങ്ങളിലും ഗ്രാഫിനെ കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു പാരലൽ ലൈൻ, ഇവിടെ വേറൊരു പാരലൽ ലൈൻ്റെ ആവശ്യമില്ല. എക്സ് ആക്സിസ് തന്നെ അതിൻ്റെ പാരലൽ ലൈനായിട്ട് എടുക്കാം. ഒരു ലൈൻ അതിനോട് തന്നെ പാരലലാണല്ലോ. അപ്പോൾ എക്സ് ആക്സിസ് ഈ ഗ്രാഫിനെ പല സ്ഥലങ്ങളിൽ കട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എക്സിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂവിന് ഫംഗ്ഷൻ സെയിം ഇമേജ് ഉണ്ട് എന്നാണ് അല്ലേ. കാരണം സൈൻ 0യുടെ വാല്യൂ 0 ആണ്, സൈൻ പൈയുടെ വാല്യൂ 0 ആണ്, സൈൻ 2πയുടെ വാല്യൂ 3πയുടെ വാല്യൂ അതെല്ലാം 0 തന്നെയാണ് അല്ലേ. അപ്പോൾ സൈനിൻ്റെ എക്സിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂവിന് സെയിം ഇമേജാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ 1 1 അല്ല എന്ന് പറയാൻ പറ്റും. പിന്നെ 6-ൽ നിന്ന് 6-ലേക്ക് ഡിഫൈൻ ചെയ്തത് 1 2 അല്ല. കാരണം ഇമേജ് -1 മുതൽ 1 വരെ അല്ലേ ഇമേജ് വരുന്നുള്ളൂ. സൈനിൻ്റെ വാല്യൂസ് മിനിമം വാല്യൂ -1 മാക്സിമം വാല്യൂ 1 ആണ്. അപ്പോൾ -1 മുതൽ 1 വരെ മാത്രമേ ഇമേജസ് വരുന്നുള്ളൂ. ബാക്കി റിയൽ നമ്പറിലൊന്നും ഇമേജസ് ഇല്ല. ബാക്കി റിയൽ നമ്പറൊന്നും ഇമേജസ് ആയിട്ട് വരുന്നില്ല. അതായത് അവയ്ക്കൊന്നും പ്രീ ഇമേജ് ഇല്ല. അതുകൊണ്ട് ഫംഗ്ഷൻ 1 2 അല്ല എന്ന് പറയാൻ പറ്റും. ഇനി സൈൻ എക്സിൻ്റെ ഈ കോഡൊമൈൻ ഒന്ന് മാറ്റിയാൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് മാറ്റാൻ പറ്റും. 6 എന്നുള്ളതല്ലേ ഇവിടെ കോഡൊമൈൻ. 6-ന് പകരം ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1 കൊടുത്താൽ അത് 1 2 ആവും അല്ലേ. കാരണം ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1-ന് ഉള്ളിലാണ് എല്ലാ വാല്യൂസും വരുന്നത്, സൈനിൻ്റെ എല്ലാ വാല്യൂസും.
അപ്പോൾ ഇവിടെ റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ് ഇൻ്റർവൽ -1 ആണ് സൈനിൻ്റെ റേഞ്ച്, അത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഈ കോഡൊമൈൻ എന്നുള്ള 6 എന്നുള്ളത് മാറ്റിയിട്ട് ക്ലോസ്ഡ് ഇൻ്റർവൽ -1 കൊടുക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ ഓൺ ടു ആവും. 1 ആവില്ല, കാരണം ഡൊമൈൻ 6ആണ്. ഡൊമൈൻ 6ആണ്, ഡിഫറെൻ്റ് എലമെൻറ്റിന് സെയിം ഇമേജ് വരുന്നത് കൊണ്ട് 1 ആവില്ല. ഇനി ഡൊമൈനും മാറ്റുകയാണെങ്കിൽ ഡൊമൈൻ ഏത് മുതൽ ഏതുവരെ ആക്കണം, അത് നിങ്ങൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലൊക്കെ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ പഠിക്കുന്ന കാര്യമാണ്. -π/2 മുതൽ π/2 വരെ ആക്കണം. -π/2 to π/2 മുതൽ -1 to 1 അങ്ങനെ സൈൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 1 ആവും, ഓൺ ടു ആവും. ഇപ്പോൾ ഇവിടെ 6ൽ നിന്ന് 6ലേക്ക് ഡിഫൈൻ ചെയ്യുമ്പോൾ 1 അല്ല, ഓൺ ടു അല്ല. അപ്പോൾ ആ വ്യത്യാസം ശരിക്ക് മനസ്സിലാക്കുക. അതുപോലെ കോസെക്സിനും അതേ റീസൺ തന്നെയാണ്. കോസെക്സിനും ഇവിടെ എക്സ് ആക്സിസ് എന്നുള്ള ലൈൻ പല സ്ഥലങ്ങളിലും മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും 1 അല്ല, ഡിഫറെൻ്റ് എലമെൻറ്റിൻ്റെ സെയിം ഇമേജ് ആണ് അല്ലേ. കോസിന് ഒരേ വാല്യൂ വരുന്ന ഒരുപാട് ഇതുണ്ട്. കോസ് 0 1 ആണ്, കോസ് 2π 1 ആണ് അല്ലേ, 4π അങ്ങനെയൊക്കെ 1 വരുന്നുണ്ട്. അതുപോലെ കോസ് π/2 0 ആണ്, 3π/2 0 ആണ് അല്ലേ. സെയിം എലമെൻറ്റിന് ഒരേ ഇമേജാണ് വരുന്നത്. അപ്പോൾ ഫംഗ്ഷൻ 1 അല്ല. ഗ്രാഫ് നോക്കിയിട്ടും പറയാൻ പറ്റും. അതുപോലെ ഓൺ ടു അല്ല എന്നും പറയാൻ പറ്റും. കാരണം ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1 മുതലുള്ള 1 വരെയുള്ള എലമെൻറ്റ്സിന് മാത്രമേ പ്രീ ഇമേജ് ഉള്ളൂ, ബാക്കി എലമെൻറ്റൊന്നും പ്രീ ഇമേജ് ഇല്ല. അപ്പോൾ ഇത് റീഡിഫൈൻ ചെയ്തല്ല, 6ൽ നിന്ന് 6ലേക്ക് അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ സൈൻ പറഞ്ഞ പോലെ തന്നെ റീഡിഫൈൻ ചെയ്താൽ ഇത് 1 ഓൺ ടു ഒക്കെ ആവും. ഡൊമൈനും കോഡൊമൈനും മാറ്റി കൊടുത്താൽ മതി. അതായത് ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1 ആണ് കോഡൊമൈനെങ്കിൽ തീർച്ചയായിട്ടും 1 ആവും. അതുപോലെ 0 to π ആണ് ഡൊമൈനെങ്കിലും 1 ആവും, 1 ആവും. 0 to π മുതൽ ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1 വരെ ആണെങ്കിൽ അത് 1 ആവും, ഓൺ ടു ആവും. അതുപോലെ ടാനെക്സിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാലോ. ടാനെക്സിൻ്റെത് ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. ഇവിടെ ഗ്രാഫ് കണ്ടാൽ അറിയാം, ഇവിടെ ഒരു എക്സ് ആക്സിസ് പല സ്ഥലങ്ങളിൽ മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഞാനിവിടെ എക്സ് ആക്സിൻ്റെ വേറൊരു ലൈൻ കൂടി വരച്ചിട്ടുണ്ട്, പാരലൽ ലൈൻ വേറൊന്നുകൂടി വരച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവാൻ. പല സ്ഥലങ്ങളിലും ലൈൻ മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും എക്സിൻ്റെ ഡിഫറെൻ്റ് വാല്യൂവിന് സെയിം ഇമേജ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സൈനിൻ്റെ കോസിൻ്റെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഫംഗ്ഷൻ 1 അല്ല. പക്ഷേ ഇവിടെ വേറൊരു കാര്യമുള്ളത് ഓൺ ടു ആയിരിക്കും. കാരണം -∞ മുതൽ +∞ വരെ ഗ്രാഫ് നീണ്ടു പോകുന്നുണ്ട് അല്ലേ. എല്ലാ റിയൽ നമ്പേഴ്സും ഗ്രാഫിൽ വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് ഓൺ ടു ആണെന്നാണ്. ഇപ്പോൾ ഇവിടെ ഫംഗ്ഷൻ 1 അല്ല, പക്ഷെ ഓൺ ടു ആണ്. 1 ആക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ ഓപ്പൺ ഇൻ്റർവെൽ -π/2 π/2 അങ്ങനെ ഡൊമൈനെ നമ്മൾക്ക് റെസ്ട്രിക്റ്റ് ചെയ്താൽ 1 ആക്കാൻ പറ്റും. അല്ലാതെ വന്നാൽ 1 അല്ല, ഓൺ ടു ആവും ടാനെക്സ്. ഇതേപോലെ നിങ്ങൾക്ക് കൊസീക്ക് സീക്ക് കോട്ടൊക്കെ വേണമെങ്കിൽ ഗ്രാഫ് നോക്കിയിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസിൽ പറയാനുള്ളത്. 1 ഓൺ ടു ഫങ്ഷൻ, അതായത് ബൈജക്റ്റീവ് ഫങ്ഷൻ. ഓക്കെ, താങ്ക് യു.